രാഹുൽ മാങ്കൂട്ടത്തിലെ വൈദ്യപരിശോധനയ്ക്ക് ഇറക്കുമ്പോൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോലീസ് സംഘം 2 മണിയോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റ് വീട്ടിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കുമ്പോഴൊക്കെ വലിയ പോലീസുമായുള്ള സംഘർഷമൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പോഴും നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഒരു ചിരിച്ച മുഖവുമായി അല്ലെങ്കിൽ തിരിച്ച മുഖമൊന്ന് വരുത്തി അങ്ങോട്ടേക്ക് പോവാണ്. വൈദ്യപരിശോധനയാണ് അവിടെ നടക്കുന്നത്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുള്ള സുഹൃത്ത് ഫെനി നൈനാൻ അതിജീവിതയ്ക്കെതിരെ പറയുന്ന ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു. ചാറ്റ് വിവരങ്ങൾ പുറത്തുവിടുകയാണ് ഫെനി നൈനാൻ. അത് രണ്ടാമത്തെ കേസിൽ രാഹുലിനൊപ്പം ആരോപണവിധേയനായ ആളാണ് ഫെനി. അപ്പോൾ അദ്ദേഹം പറയുന്ന ആ മുഖവായിക്കാണ് എടുക്കേണ്ടതെങ്കിൽ കൂടിയും രാഹുലിനെ ഫ്ളാറ്റിലെത്തി കാണണമെന്ന് അതിജീവിത പറഞ്ഞു എന്ന് ഫെനി നൈനാൻ പറയുന്നുണ്ട്. സ്വകാര്യത വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. 2024 ബലാത്സംഗം ചെയ്തയാളെ 2025 ഒക്ടോബറിൽ കാണണമെന്ന് പറയുന്നതിന് ലോജിക്ക് എന്താണ് എന്നൊക്കെയുള്ള അവരുടെ വാട്സാപ്പ് ചാറ്റൊക്കെ പുറത്തുവിട്ടുകൊണ്ടാണ് ഫെനിയുടെ ആ പ്രതികരണം. ഫെനി നേരത്തെയും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ ഈ പറയുന്നത് പോലെ നിയമത്തിൻ്റെ കണ്ണിൽ MLA കുറ്റം ചെയ്തിട്ടൊന്നുമില്ല എന്നൊക്കെ പറയുന്ന ഒരു പോസ്റ്റായിരുന്നു അത്. എന്തായാലും അത് കോടതി തീരുമാനിക്കട്ടെ, പോലീസ് സംവിധാനങ്ങൾ തീരുമാനിക്കട്ടെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. എന്തായാലും ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ വൈദ്യപരിശോധനയ്ക്കായി പത്തനംതിട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹം അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ രാഹുലിനെ കൊണ്ടുപോകുമ്പോൾ കണ്ട വലിയ സംഘർഷങ്ങൾ നമ്മൾ കണ്ടതാണ്. ചീമുട്ടയേറും രാഹുലിനെ കൊണ്ടുപോകുന്ന വാഹനത്തിലേക്ക് ചാടിയടിക്കുന്ന DYFI യുവമോർച്ച പ്രവർത്തകരൊക്കെ നമ്മൾ കണ്ടതാണ്. സമാനമായ പ്രതീക്ഷിക്കുന്ന ഇവിടങ്ങളിലൊക്കെ പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് അത്ര വലിയ പോലീസ് സന്നാഹം ഈ ഇവിടങ്ങളിലൊക്കെ ഉണ്ടാവുന്നതും. കൂടുതൽ 1 മണിയോടെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കും. കൂടുതൽ ദിവസങ്ങൾ കസ്റ്റഡിയിൽ ചോദിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. പാലക്കാടൊക്കെ അടക്കം എത്തിച്ച് തെളിവെടുക്കണം എന്ന ആവശ്യം അന്വേഷണ സംഘത്തിനുണ്ട്. അതൊക്കെ കോടതിയോട് പറയുമോ എന്നൊക്കെയാണ് അടുത്ത നിമിഷങ്ങളിൽ അറിയാനുള്ളത്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ, ഇപ്പോഴും വൈദ്യപരിശോധനയിൽ തന്നെയാണോ രാഹുൽ? ഹാഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം എയർ ക്യാമ്പിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് വന്നത്. നേരത്തെ ഇവിടെ ജില്ലാ ആശുപത്രിയിലേക്ക് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വന്നപ്പോൾ വലിയ തരത്തിലുള്ള DYFI യുവമോർച്ച പ്രതിഷേധം കണ്ടതാണ്. ആ യുവമോർച്ചയുടെ ഭാഗത്തു നിന്നും DYFIയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധക്കാരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് വലിയ തരത്തിലാണ് അന്ന് രാഹുൽ മാങ്കൂട്ടമായിട്ട് ഇവിടെ വൈദ്യപരിശോധന നടത്തി പോലീസ് സംഘം മടങ്ങിയത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയപ്പോഴും തിരുവല്ല താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴും അവിടെയും വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. ചീമുട്ടയേറും കാർക്കിച്ച് തുപ്പലും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന് നേർക്കുണ്ടായതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വലിയ പ്രതിഷേധം ഇവിടെയും ഉണ്ടാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളഞ്ഞിരുന്നില്ല. അതുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കിയാണ് രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പോലീസ് സംഘം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് വന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധന പുരോഗമിക്കുകയാണ്. ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി ഉടൻ തന്നെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുപോകും. എയർ ക്യാമ്പിൽ കൊണ്ടുപോയതിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയായിരിക്കും പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുക. ഇന്നിപ്പോൾ കോടതി അവധിയാണ്. അതുമാത്രവുമല്ല, തിരുവല്ല മജിസ്ട്രേറ്റും ഇന്ന് അവധി എടുത്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പത്തനംതിട്ട മജിസ്ട്രേറ്റ് മുമ്പാകെ രാഹുലിനെ ഹാജരാക്കുക. രാഹുലിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന മുറയ്ക്കാണ് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുന്നത്. ഈ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുറയ്ക്ക് മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SIT സംഘം വീണ്ടും കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടാനുള്ള സാധ്യതയാണ് ഏറെയും. അതിന് കാരണമെന്ന് പറയുന്നത് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനുമായിട്ട് വിവിധ ഇടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം രാഹുലിന്റെ ഫോണിൽ നിന്നുള്ള അടക്കമുള്ള വിവരങ്ങൾ, ശാസ്ത്രീയ വിവരങ്ങളടക്കം പരിശോധന നടത്തി വിവരങ്ങൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. സാഹചര്യ തെളിവുകൾ കൂടി വേണം. നിലവിൽ തിരുവല്ലയിലെ ഹോട്ടലിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. പാലക്കാട് ഈ രാഹുലിന്റെ സന്തത സഹചാരി ഫെനി നൈനാൻ 1-2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ പറയുന്നുണ്ട്. അതിൽ ആദ്യ പോസ്റ്റിൽ പറയുന്നത് ഈ രണ്ടാമത്തെ കേസിൽ താനാണ് പെൺകുട്ടിയെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചതെന്നായിരുന്നു പെൺകുട്ടിയുടെ ആരോപണം. അതിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും തെളിവുണ്ടെങ്കിൽ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തില്ല എന്ന ഫെനി ഒരു ചോദ്യം ചോദിക്കുന്നു. രണ്ടാമത്തെ ഈ പറഞ്ഞ ചാറ്റുകൾ പുറത്തുവിട്ടുകൊണ്ട് 2025 നവംബർ വരെ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. 2024 ഡിസംബറിൽ ഈ സംഭവം ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് അതിനുശേഷവും MLA സ്വകാര്യമായി കാണണം എന്ന് അതിജീവിതം ആവശ്യപ്പെടുന്നൊക്കെ ഈ സ്ക്രീൻഷോട്ട് പുറത്തുവിട്ട് ഫെനി ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ കൊടുക്കുന്ന തെളിവ് ശേഖരത്തിൽപ്പെട്ടതാവണം ഫെനിയുടെ ചാറ്റും, അല്ലേ ഷിജോ? അതെ ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. രാഹുലിന്റെ അഭിഭാഷകർക്ക് ഫെനി നൈനാൻ ഈ ചാറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു കോൺഫറൻസിൽ കൂടി ആയിരിക്കാം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്ത് ഫെനി നൈനാൻ ഇത്തരം ചാറ്റ് വിവരങ്ങൾ കൂടി സമൂഹ മാധ്യമത്തിലടക്കം പങ്കുവെക്കുകയും ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന രണ്ടാമത്തെ പരാതിയിൽ ഈ പരാതിക്കാരിയെ ഫ്ളാറ്റിലേക്ക് എത്തിച്ചു നൽകിയത് ഫെനി നൈനാൻ ആണെന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അത്ര ഗുരുതരമായിട്ടുള്ള ആരോപണം തനിക്ക് നേർക്ക് ഉയർന്നു വന്നിട്ടും എന്തുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള പരസ്യമായിട്ടുള്ള ചോദ്യം ഫെനി നൈനാൻ ചോദിച്ചതാണ്. മൂന്നാമത്തെ
രണ്ടാമത്തെ പരാതിയിലേക്ക് വരുമ്പോൾ മൂന്നാമത്തെ പരാതിക്കാരിയുമായിട്ട് ഫെനി നൈനാന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഫെനി നൈനാന് അറിയാം എന്നുള്ള കാര്യങ്ങൾ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിൽ തന്റെ സ്വകാര്യതയെ കൂടി പുറത്തെത്തിക്കുന്ന തരത്തിലേക്കുള്ള വിവരങ്ങൾ പുറത്തു വന്നൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഫെനി നൈനാൻ അതിജീവിതയുമായിട്ട് സംസാരിച്ചതിന്റെ ചാറ്റ് വിവരങ്ങൾ വാട്സപ്പിൽ ചാറ്റ് നടത്തിയതിന്റെ സ്ക്രീൻഷോട്ട് അടക്കം ഇപ്പോൾ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2024 ഈ പറയുന്ന ഏപ്രിൽ മാസം 8-ാം തീയതി ബലാത്സംഗം നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ 2025 ഒക്ടോബർ വരെ തന്നോട് അതിജീവിത സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റിലൂടെ ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു സുരക്ഷിതമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു സ്ഥലത്തെത്തി സ്വകാര്യമായിട്ട് കാണണമെന്ന് അതിജീവിത തന്നോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അങ്ങനെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനായിട്ട് അവസരമൊരുക്കിയത്. ഫ്ളാറ്റിൽ വന്ന് കാണണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. അവിടെ മറ്റാരും ഉണ്ടാകാൻ പാടില്ല, അതല്ല എങ്കിൽ ഒരു വാഹനത്തിൽ MLA ബോർഡ് വെക്കാത്ത താൻ വരുന്ന വാഹനത്തിൽ അതിജീവിതയുടെ വാഹനത്തിൽ തന്നെ വന്ന് ഒരുമിച്ചിരുന്ന് രാഹുലിനെ കാണാം, കുറച്ച് സമയം വേണം, കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് അതിജീവിത പറയുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഫെനിയോട് സംസാരിച്ചതിന്റെ കാര്യങ്ങളടക്കമുള്ള ചാറ്റ് വിവരങ്ങളാണ് ഇപ്പോൾ ഫെനി നൈനാൻ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. അതിനകത്ത് അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ സ്വകാര്യതയോ ഉള്ള തരത്തിലുള്ള വിവരങ്ങൾ നിലവിൽ എന്തായാലും പുറത്തുവിട്ടിട്ടില്ല. അത്തരത്തിൽ അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള ചില വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഫെനി നൈനാൻ കൂടി പുറത്തുവിട്ടിരിക്കുന്നത്. അത് രാഹുലിന്റെ അഭിഭാഷകർ കോടതിയിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും രാഹുലിന് ജാമ്യം നൽകണം, അല്ലെങ്കിൽ അതിജീവിത ഇപ്പോൾ ഈ പരാതിയിൽ ഉന്നയിക്കപ്പെടുന്ന പല കാര്യങ്ങളും വ്യാജമാണ് എന്നുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിക്കുക. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഇനി എന്താണ് രാഹുലിന് പറയാനുള്ളത് കൂടി അറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായി അതിനുശേഷം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി വരുന്ന സമയത്തോ രാഹുലിനെ 2 മണിക്കൂറിൽ ഹാജരാക്കും. അതിനിടയിൽ വൈദ്യപരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു ഷിജു കുര്യൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.